ഉദ്യോഗസ്ഥന്മാരൊക്കെ മദ്യവെച്ചിട്ടുണ്ടോന്ന് സംശയമുണ്ട്. അവരെല്ലാവരും ചില പ്രതിഷേധം ഉണ്ടാവാനുള്ള ഒരു കാരണം വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം പുൽപ്പള്ളി ടൌണിൽ എത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ മൃതദേഹവുമായി രോക്ഷാകുലരായിട്ടായിരുന്നു നാട്ടുകാർ എത്തിയത്. വനം വകുപ്പിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. 2 സംഘമായിട്ടായിരുന്നു ആദ്യം പ്രതിഷേധം നടന്നെങ്കിലും ട്രാഫിക് ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡിലുമായിരുന്നു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ബസ് സ്റ്റാൻഡിൽ മൃതദേഹം വെച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു വരികയാണ്. ആയിരക്കണക്കിന് പേരാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ജീപ്പ് തടഞ്ഞ പ്രതിഷേധക്കാർ ടയറിന്റെ കാറ്റഴിച്ചു വിടുകയും റൂഫ് വലിച്ചു കീറുകയും ചെയ്തിരിക്കുന്നു. വനംവകുപ്പിനെതിരെ ജീപ്പിൽ റീത്ത് വെച്ചുകൊണ്ടും വനംവകുപ്പിനെതിരെ ശക്തമായ ഒരു പോരാട്ടമാണ് ഇപ്പോൾ നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോണിച്ചിറയിൽ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ ചത്ത പശുവിന്റെ ജഡം വനംവകുപ്പിന്റെ വാഹനത്തിൽ നാട്ടുകാർ കെട്ടിയിട്ട് ഉന്നയിച്ച ആവശ്യങ്ങൾ ലഭിക്കണം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. പ്രധാനമായും നാട്ടുകാർ പ്രതിഷേധത്തിൽ ആവശ്യപ്പെടുന്നത് പോളിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ, ജോലി, കടം എഴുതിത്തള്ളണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്ക് തുടർ നടപടികൾക്കുമായി 10 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. പുൽപ്പള്ളി പഞ്ചായത്തിന് മുന്നിലും പ്രതിഷേധമുണ്ടായിരിക്കുകയാണ്. ചർച്ചയല്ല, ആവശ്യം പരിഹാരമാണ് ഇനി വേണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൃതദേഹം വിലാപയാത്രയെ പക്കത്തെ വീട്ടിലെത്തിക്കും. പോളിന്റെ വീടിന് മുൻപിൽ വൻ ജനാവലി ഇപ്പോൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടന്നുവരികയാണ്. ഇപ്പോഴും പോളിന്റെ മൃതദേഹം AC ബാലകൃഷ്ണൻ MLA നേതൃത്വത്തിൽ രാവിലെ 9:40 പുൽപ്പള്ളിയിൽ എത്തിച്ചത്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 3 മണിക്കായിരിക്കും. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വയനാട് കളക്ടറേറ്റിന് മുൻപിൽ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയത്. ഇന്നലെ രാവിലെ 9:15 9:30 ഇടയിലായിരുന്നു കുറുവ ദ്വീപിലേക്കുള്ള വഴിയിൽ വനത്തിനുള്ളിലെ ചെറിയ മല ജംഗ്ഷനിൽ ഡ്യൂട്ടി കഴിഞ്ഞ പോളിനെ കാട്ടാൻ ആക്രമിച്ചത്. വാരിയലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പോളിന് ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. പടമല ചാലിഖണ്ഡിൽ കർഷകനായ അജീഷിനെ കർണാടകയിൽ നിന്നും തുരുത്തിയ മോഴയാന ചവിട്ടിക്കൊന്ന സ്ഥലത്ത് നിന്നും 7 കിലോമീറ്റർ മാത്രം അകലെയാണ് പോൾ ആക്രമണത്തിന് ഇരയായതെന്നും ഈ പ്രദേശത്തെ ഭീതി വർദ്ധിപ്പിക്കുകയാണ്. ആനക്കൂട്ടത്തിൽ 5 ആനകളുണ്ടായിരുന്നു. പോളിനെ ആക്രമിച്ച ആനക്കൂട്ടത്തിൽ 5 ആനകളുണ്ടായിരുന്നു. ഇവയിൽ ഒന്നായിരുന്നു പോളിനെ ആക്രമിച്ചത്. ഇനി പ്രദേശത്തെ നാട്ടുകാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രത്തോളം ഭീതിയാണ് ഇപ്പോൾ കാട്ടാനകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഇനി എന്താകും, വനംവകുപ്പ് കൂടുതൽ പ്രതിസന്ധിയാകുമോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. നഷ്ടപ്പെട്ട ജീവനുകൾ എന്തായാലും ഇനി തിരികെ പിടിക്കാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ്. ഇനിയുള്ള വയനാട്ടിലെ ആളുകളുടെ ജീവനുകൾ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സർക്കാരും വേണ്ടപ്പെട്ട അധികൃതരും ചേർന്നുകൊണ്ട് എടുക്കണം. കാരണം അത്രത്തോളം ഭീകര അന്തരീക്ഷമാണ് ഇപ്പോൾ വയനാട്ടുകാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആന മാത്രമല്ല, നമ്മൾ കാണുന്നതാണ് കടുവയും കാട്ടുപോത്തും എല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ആളുകളുടെ എല്ലാവരുടെയും സംരക്ഷണം സർക്കാർ എത്രയും പെട്ടെന്ന് ഇവരുടെ ജീവന്റെ സംരക്ഷണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സംരക്ഷണം അവർ ഏറ്റെടുത്ത് നടപടികൾ പെട്ടെന്ന് സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് സർക്കാരിനോടും അധികൃതരോടും പറയാനുള്ളത്.